ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന G20 ഉച്ചകോടിയുടെ രണ്ടാം ദിനം സുസ്ഥിര വികസനവും ഊർജ്ജ പരിവർത്തനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസിൽവയുമായി കുറച്ചു മുൻപ് ചർച്ച നടത്തിയ ശ്രീ നരേന്ദ്രമോദി അർജന്റീന, ചിലി, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലെ തലവന്മാരുമായും ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ശ്രീ മോദി ഗയാനയിലേക്ക് പുറപ്പെടും. നാളെ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമായി പാലക്കാട്. മണ്ഡലത്തിൽ അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ 1,94,706 വോട്ടർമാരാണ് ഉള്ളത്. 10 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തി. പാലക്കാട് നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നാളെ പൊതു അവധിയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിവാദമായ LDF പത്രപരസ്യത്തിന് മുൻകൂർ അനുമതി വാങ്ങിയിട്ടില്ലെന്ന് പരാതി ഉയർന്നതോടെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെയാണ് പരസ്യം നൽകിയത് എന്നാണ് പരാതി. മഹാരാഷ്ട്രയിൽ നാളെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 288 സീറ്റുകളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. ഝാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടവും നാളെ നടക്കും. 12 ജില്ലകളിലെ 38 മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിലെ നന്ദേദ് പാർലമെന്റ് മണ്ഡലത്തിലും കേരളത്തിലെ പാലക്കാട് ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെ 15 നിയമസഭാ മണ്ഡലങ്ങളിലും ഇതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഈ മാസം 23-നാണ് വോട്ടെണ്ണൽ. വിദേശ വിദ്യാർത്ഥികളെ അടക്കം ആകർഷിക്കുന്ന വിധത്തിൽ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലം ശാസ്താംകോട്ട DB കോളേജ് വജ്രജൂബിലി ആഘോഷം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ മാറ്റത്തിന്റെ പാതയിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ സർവകലാശാലകൾ തേടിപ്പോകുന്ന വിദ്യാർത്ഥികൾ അവയുടെ അംഗീകാരം സംബന്ധിച്ച് പരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നാട്ടാന പരിപാലനം സംബന്ധിച്ച് 2023-ലെ കേരള ക്യാപ്റ്റീവ് എലിഫന്റ് മാനേജ്മെന്റ് ആന്റ് മെയിന്റനൻസ് കരട് ചട്ടത്തിന്മേലുള്ള ചർച്ച നാളെ തിരുവനന്തപുരം PTP നഗർ ഫോറസ്ട്രി ട്രെയിനിംഗ് കോംപ്ലക്സ് അരണ്യം ഹാളിൽ മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി KB ഗണേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് കരട് ചട്ടത്തിന്മേൽ വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ നടക്കും. ഉപരിവർഗത്തിന്റെ ഉപരിപ്ലവമായിട്ടുള്ള കാപട്യങ്ങളിൽ അഭിരമിക്കുകയും ഉപഭോഗ സംസ്കാരത്തിലേക്ക് ബഹുഭൂരിപക്ഷത്തെയും കൊണ്ടുചെന്നെത്തിക്കുകയുമാണ് ഇന്നത്തെ പല കോർപ്പറേറ്റ് മാധ്യമങ്ങളും ചെയ്യുന്നതെന്ന് മന്ത്രി R. ബിന്ദു. പട്ടികജാതി, പട്ടികവർഗ്ഗങ്ങളുടെ പ്രശ്നങ്ങൾ വേണ്ട വിധത്തിൽ മാധ്യമങ്ങളിൽ പ്രതിഫലിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരള മീഡിയ അക്കാദമിയിൽ ബിരുദ സമ്മേളനവും മാധ്യമ അവാർഡ് സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ ഈ വർഷത്തെ ഫിഷറീസ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേരളം തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച മറൈൻ ജില്ല കൊല്ലമാണ്. മത്സ്യബന്ധന മേഖലയിലെ സമഗ്ര ഇടപെടലുകളാണ് കേരളത്തെ പുരസ്കാര അർഹമാക്കിയത്. സംസ്ഥാനത്തെ 2 ആരോഗ്യ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി നബാർഡിന്റെ 53 കോടി രൂപയുടെ ധനസഹായത്തിന് ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. കോഴിക്കോട് സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിന് ആദ്യഘട്ടമായി 28 കോടി രൂപ, കണ്ണൂർ പിണറായി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് രണ്ടാം ഘട്ടമായി 25 കോടി രൂപ എന്നിങ്ങനെയാണ് അനുവദിച്ചത്. അമ്പലപ്പുഴയിൽ നിന്ന് കാണാതായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ സ്വദേശി ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം പുറത്തറിഞ്ഞത്. മൃതദേഹം ജയചന്ദ്രന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്. ശബരിമല സന്നിധാനത്തും പരിസരത്തുമുള്ള കടകളിൽ പ്രത്യേകമായി രൂപവത്കരിച്ച സംയുക്ത സ്ക്വാഡ് പരിശോധന നടത്തി. പരിശോധനയിൽ വിവിധ നിയമലംഘനങ്ങൾക്ക് 77,000 രൂപ പിഴ ഈടാക്കി. ഹോട്ടലുകളിലെ തൊഴിലാളികളുടെ ഹെൽത്ത് കാർഡ്, പഴകിയതും കാലാവധി കഴിഞ്ഞതുമായ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നിവയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിൽ തിരിതെളിഞ്ഞു. 16 വേദികളിലായി 319 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ശനിയാഴ്ച വരെയാണ് കലോത്സവം. കണ്ണൂർ അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ മഴവില്ലിന്റെ ഭാഗമായി സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ തുടക്കമാകും. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും തമ്മിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ശരീരമരവിപ്പും വേദനയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ചികിത്സ തേടിയ യുവതി യഥാസമയം ചികിത്സ ലഭിക്കാതെ മരിച്ചെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. പേരാമ്പ്ര കൂത്താളി സ്വദേശിനി രജനി മരിച്ച സംഭവത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൽ നിന്നും അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഈ മാസം 4-നാണ് രജനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.